Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Microprocessors and Microcontrollers സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് 8259 Programmable Interrupt Controller Microprocessor. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 8259 Programmable Interrupt Controller. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ഒരു മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കൺസിഡർ ആൻ ആപ്ലിക്കേഷൻ വേർ എ നമ്പർ ഓഫ് IO ഡിവൈസസ് കണക്റ്റഡ് വിത്ത് ദി CPU. എന്തിനാണ് CPU ആയിട്ട് കണക്ട് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ടു ട്രാൻസ്ഫർ ഡാറ്റ യൂസിങ് ഇൻട്രപ്റ്റ് ഡ്രിവൺ ഡാറ്റ ട്രാൻസ്ഫർ മോഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ആപ്ലിക്കേഷനിൽ എന്താവശ്യമാണ്? അതായത് മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ് പിൻ ആവശ്യമായിട്ട് വരികയാണ്. In this process, more number of interrupt pins are required. So, in this multiple interrupt system, the processor will have to take care of priorities. അല്ലേ? അതായത് ഒന്നിലധികം ഇൻട്രപ്റ്റുകൾ വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അതായത് ഏത് ഇൻട്രപ്റ്റ് ആണ് ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതിന്റെ പ്രയോറിറ്റി നോക്കേണ്ടി വരികയാണ്. So, the 8259 is designed to minimize the software and real-time overhead in handling multi-level priority interrupts. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. 8259 മൈക്രോപ്രോസസറിന് അറ്റ് എ ടൈം നമ്പർ ഓഫ് ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ ടൈപ്പ് ആൻഡ് പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, takes care of a number of simultaneously appearing interrupt requests along with their types and priority. Compatible with 8-bit as well as 16-bit microprocessors. ഇനി 8085 അതുപോലെ തന്നെ 8086 മൈക്രോപ്രോസസേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ 8085ന് 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. 8086നാണെങ്കിൽ 2 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ 8259 മൈക്രോപ്രോസസർ ആണ് CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 8259ൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അതായത് മൾട്ടി ഇൻട്രപ്റ്റ് ഇൻപുട്ട് സോഴ്സസിനെ ഒരു സിംഗിൾ ഇൻട്രപ്റ്റ് ഔട്ട്പുട്ട് ആക്കിയിട്ട് മാറ്റാണ് അല്ലേ? കമ്പൈൻസ് ദി മൾട്ടി ഇൻട്രപ്റ്റ് ഇൻപുട്ട് സോഴ്സസ് ഇൻടു ആൻ സിംഗിൾ ഇൻട്രപ്റ്റ് ഔട്ട്പുട്ട്. Interfacing of single PIC provide 8 interrupt input from IR0 to IR7. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 8085 മൈക്രോപ്രോസസർ അവിടെ എത്ര ഇൻട്രപ്റ്റ്സ് വരാൻ പറ്റും? അതായത് 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 8085 മൈക്രോപ്രോസസർ ആയിട്ട് 8259 മൈക്രോപ്രോസസർ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റർഫേസ് ചെയ്യാൻ പോവാണ്. ഇന്റർഫേസിംഗ് ഓഫ് 8085 ആൻഡ് 8259 എന്ത് ചെയ്യുക അപ്പോൾ? അതായത് 8259 അവിടെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 8085ൽ 5 ഇൻട്രപ്റ്റ്സിനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ 8259 അവിടെ യൂസ് ചെയ്യുമ്പോൾ 5ൽ നിന്ന് 8ലേക്ക് അത് മാറുകയാണ്. ഓക്കെ, ഇൻക്രീസസ് ദി ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഓഫ് 8085 മൈക്രോപ്രോസസർ ഫ്രം 5 to 8 ഇൻട്രപ്റ്റ് ലെവൽസ്. ഓക്കെ, ഇനി വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് 8259 PIC മൈക്രോപ്രോസസർ ആണ്. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇന്റൽ 8259 ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഇന്റൽ 8085 അതുപോലെ തന്നെ ഇന്റൽ 8086 മൈക്രോപ്രോസസറിന് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടാണ് അതിൽ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? It can be programmed either in level triggered or in edge triggered interrupt level. We can mask individual bits of interrupt request register. We can increase interrupt handling capability up to 64 interrupt level by cascading further 8259 programmable interrupt controller. ഇവിടെ ക്ലോക്ക് സൈക്കിളിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി പിൻ ഡയഗ്രാം ഓഫ് 8259 നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 28 പിൻസ് ആണ് വരുന്നത്. അപ്പം അതിലെ പിൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. D0 to D7 ഡാറ്റാ ബസ് അത് ബൈ ഡയറക്ഷനിലാണ്. ദെൻ RD ബാർ റീഡ് ഇൻപുട്ട്, WR ബാർ റൈറ്റ് ഇൻപുട്ട്. ദെൻ A0 കമാൻഡ് സെലക്ട് അഡ്രസ്, CS ബാർ ചിപ്പ് സെലക്ട്, CAS0 to CAS2 എന്ന് പറഞ്ഞാൽ കാസ്കേഡ് ലൈൻസ് ആണ്. Then SP bar or EN bar എന്ന് പറഞ്ഞാൽ സ്ലേവ് പ്രോഗ്രാം ഇൻപുട്ട് എനേബിൾ.
Then INT നമുക്കറിയാം interrupt output. Then INTA bar എന്ന് പറയുന്നത് interrupt acknowledge input. Then IR0 to IR7 ആണ് interrupt request input. Okay, അപ്പോൾ 8259 8 interrupt input requestകൾ എന്ത് ചെയ്യാൻ പറ്റും, accept ചെയ്യാൻ പറ്റും. Then ഇനി വരുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8259 മൈക്രോപ്രോസസർ ആണ്. അപ്പോൾ അതിൽ 8 ബ്ലോക്സ് ആണ് വരുന്നത്. ഡാറ്റാബേസ് ബഫേഴ്സ്, റീഡ് ഓർ റൈറ്റ് ലോജിക്, കാസ്കേഡ് ബഫർ കമ്പാരറ്റർ, കൺട്രോൾ ലോജിക്, ദെൻ പ്രയോറിറ്റി റിസോൾവർ. അതിൽ 3 രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ ISR, ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ IRR, ദെൻ ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ IMR. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ഡയഗ്രത്തിൽ 8 ബ്ലോക്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡാറ്റാബേസ് ബഫർ ആണ്. ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ബഫർ എന്ന് പറയുന്നത് ശരിക്കും ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 8259ന്റെയും അതുപോലെ 8085 ഓർ 8086 മൈക്രോപ്രോസസറിന്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് ബഫർ എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷണൽ 8-ബിറ്റ് ബഫർ ആണ്. 3 സ്റ്റേറ്റ് ആണ്. യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഇന്റർഫേസ് ദി 8259 ടു ദി സിസ്റ്റം ഡാറ്റാബേസ്. അതുപോലെ തന്നെ കൺട്രോൾ വേർഡ്സ് അതുപോലെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ 8085 ഓർ 8086 മൈക്രോപ്രോസസറിൽ നിന്ന് 8259 മൈക്രോപ്രോസസറിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുന്നത് ഈ ഒരു ഡാറ്റാബേസ് ബഫർ വഴിയാണ്. ഓക്കെ, it takes the control word from the 8085 microprocessor and transfer it to the control logic of 8259 microprocessor. ഇനി 8259 മൈക്രോപ്രോസസറിൽ ഇപ്പോൾ ഇന്ററപ്റ്റ് റിക്വസ്റ്റുകൾ വന്നു. അതിൽ ഇന്ററപ്റ്റ് സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, ഹാൻഡിൽ ചെയ്യേണ്ട ഇന്ററപ്റ്റിനെ സെലക്ട് ചെയ്തെടുത്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്ത ഇന്ററപ്റ്റിന്റെ ഓപ്പ് കോഡ് അതുപോലെ തന്നെ അഡ്രസ് ഓഫ് ദി ഇന്ററപ്റ്റ് സർവീസ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു 8259 മൈക്രോപ്രോസസർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൈക്രോപ്രോസസർ ഉണ്ടല്ലോ, അതായത് 8085 ആയിരിക്കാം അല്ലെങ്കിൽ 8086 ആയിരിക്കാം, അതിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദി ഡാറ്റാബേസ് ബഫർ കൺസിസ്റ്റ് ഓഫ് 8-ബിറ്റ് റെപ്രസെന്റഡ് ആസ് D0 to D7 അല്ലെ, ബ്ലോക്ക് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് D0 to D7. അതെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് അറ്റ് എ ടൈം മാക്സിമം ഓഫ് 8 ബിറ്റ്സ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് റീഡ് ഓർ റൈറ്റ് ലോജിക് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എപ്പോഴാണ് വർക്ക് ആവുന്നത്, അതിലെ CS എന്ന് പറയുന്ന പിൻ, അതായത് ചിപ്പ് സെലക്ട്, ആ പിന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ശരിക്കും CS ബാർ എന്നാണ്. അപ്പൊ ലോ വാല്യൂ കൊടുത്താലാണ് ശരിക്കും എന്താവുള്ളൂ, ഹൈ ആയിട്ട് ആക്റ്റീവ് ആവുള്ളൂ അല്ലെ. ദിസ് ബ്ലോക്ക് വർക്ക് ഓൺലി വെൻ ദി വാല്യൂ ഓഫ് പിൻ CS ഈസ് ലോ ആസ് ദിസ് പിൻ ഈസ് ആക്റ്റീവ് നൗ. ഇനി വരുന്നത് ഈ ഒരു ബ്ലോക്ക് എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ദിസ് ബ്ലോക്ക് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫ്ലോ ഓഫ് ഡാറ്റ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്സ് ഓഫ് RD, അതായത് റീഡ് ആൻഡ് WR റൈറ്റ്. അപ്പോൾ റീഡ് അതുപോലെ തന്നെ റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അതായത് ഈ ഒരു RD WR പിൻ എന്ന് പറയുന്നത് എപ്പോഴും ലോ ആയിരിക്കണം. ഓക്കെ, ദീസ് 2 പിൻസ് ആർ ആക്റ്റീവ് ലോ പിൻസ് യൂസ് ഫോർ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിലെ CS അതായത് ചിപ്പ് സെലക്ട് പിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഡിവൈസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റീഡ് പിന്നെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് നേരത്തെ നമ്മൾ 3 രജിസ്റ്റേഴ്സ് പറഞ്ഞു അല്ലെ, ബ്ലോക്സ്, അതായത് 8 ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലെ 3 രജിസ്റ്റേഴ്സിന്റെ കേസ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും സ്റ്റാറ്റസ് റീഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പിന്നെ യൂസ് ചെയ്യുന്നത്, റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ WR എന്ന് പറയുമ്പോൾ എന്താ, അതായത് റിസൾട്ട് സ്റ്റോർ ചെയ്യണ്ടേ, അതിനാണ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ യൂസ് ചെയ്യുന്നത് WR. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺട്രോൾ ലോജിക് ആണ്. ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് ദി മൈക്രോപ്രോസസർ. ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ ബ്ലോക്സിന്റെയും ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ലോജിക് വെച്ചിട്ടാണ് അല്ലെ. ഇനി അതിൽ തന്നെ 2 പിന്നുകൾ വരുന്നുണ്ട്, INTR ഉണ്ട്, INT ഉണ്ട്. ഇറ്റ് ഹാസ് പിൻ INTR വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് അതർ മൈക്രോപ്രോസസർ. എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ള മൈക്രോപ്രോസസറിൽ നിന്ന് ഇന്ററപ്റ്റ് റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, വിത്ത് അതർ മൈക്രോപ്രോസസർ ഫോർ ടേക്കിംഗ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. പിന്നെ പിൻ INT എന്തിനാണ്, അതായത് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പിൻ INT ഫോർ ഗിവിംഗ് ദി ഔട്ട്പുട്ട്. അപ്പൊ അതിലെ INTR വെച്ചിട്ട് മറ്റുള്ള മൈക്രോപ്രോസസറിൽ നിന്ന് ഇന്ററപ്റ്റ് റിക്വസ്റ്റിനെ എടുക്കുന്നു, എന്നിട്ട് ഈ പിൻ INT വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇനി
If 8259 is enabled and the other microprocessor interrupt flag is high, അങ്ങനെയാണെങ്കിൽ value of the output INT pin എന്തായിരിക്കും? High ആയിരിക്കും, അല്ലേ? And in this way 8259 respond to the request made by other microprocessor. നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു രജിസ്റ്ററിനകത്താണ് എല്ലാ ഇന്ററപ്റ്റ് റിക്വസ്റ്റുകളെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റോർ ഓൾ ദി ഇന്ററപ്റ്റ് ലെവൽ വിച്ച് ആർ റിക്വസ്റ്റിംഗ് ഫോർ ഇന്ററപ്റ്റ് സർവീസ്. ഓക്കെ, ഇന്ററപ്റ്റ് സർവീസിന് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇന്ററപ്റ്റ് ലെവൽസിനെയും ഈ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അടുത്ത രജിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ. അതായത് ഇപ്പോൾ കറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഇന്ററപ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഇന്ററപ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്ററിലാണ്. ഇറ്റ് സ്റ്റോർ ദി ഇന്ററപ്റ്റ് ലെവൽ വിച്ച് ആർ കറന്റ്ലി ബീയിങ് എക്സിക്യൂട്ടഡ്. ഇനി വരുന്ന അടുത്ത രജിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ആണ്, IMR. ഇറ്റ് സ്റ്റോർ ദി ഇന്ററപ്റ്റ് ലെവൽ which have to be masked by storing the masking bits of the interrupt level. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 രജിസ്റ്റേഴ്സും വരുന്നത്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രയോറിറ്റി റിസോൾവർ ആണ്. നേരത്തെ നമ്മൾ 3 രജിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു, അല്ലെ? ഈ 3 രജിസ്റ്റേഴ്സിനെയും എക്സാമിൻ ചെയ്യാണ്. എന്നിട്ട് അതായത് ഇന്ററപ്റ്റ്സിന് പ്രയോറിറ്റി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, അല്ലെ? ഇന്ററപ്റ്റ്സിന് പ്രയോറിറ്റി ഉണ്ടാവും. ആ പ്രയോറിറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഇന്ററപ്റ്റിനെ ISR രജിസ്റ്ററിലേക്ക് സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ISR രജിസ്റ്റർ എന്താ? ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ, അല്ലെ? അതായത് കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇന്ററപ്റ്റ് എപ്പോഴും ISR രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് മാത്രമല്ല ഓൾസോ ഇറ്റ് റീസെറ്റ് ദി ഇന്ററപ്റ്റ് ലെവൽ വിച്ച് ഈസ് ഓൾറെഡി ബീൻ സർവീസ്ഡ് ഇൻ IRR. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് കാസ്കേഡ് ബഫർ ആണ്. അപ്പോൾ 8259ന്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ഇന്ററപ്റ്റ് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? IR0 to IR7, അല്ലെ? 8 ഇന്ററപ്റ്റ് റിക്വസ്റ്റുകളെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഇനി കുറച്ചും കൂടെ കൂട്ടണം, അതായത് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി കൂട്ടണമെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ബഫറാണ് കാസ്കേഡ് ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, ടു ഇൻക്രീസ് ദി ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി വി ക്യാൻ ഫർദർ കാസ്കേഡ് മോർ നമ്പർ ഓഫ് പിൻസ് ബൈ യൂസിങ് കാസ്കേഡ് ബഫർ. സോ during increment of interrupt capability, CSA lines are used to control multiple interrupt structure. So, generate control signals for cascade operation also generate buffer enabled signal. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് നടക്കുന്നത്? അതായത് 8259 മൈക്രോപ്രോസസർ വേറൊരു 8259 മൈക്രോപ്രോസസർ ആയിട്ട് കാസ്കേഡ് ചെയ്യാണ്, അല്ലേ? 8259 കാസ്കേഡഡ് വിത്ത് അതർ 8259 മൈക്രോപ്രോസസർ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 64 ലെവൽസിലേക്ക് ഇൻക്രീസ് ആവാണ്. ഫോർമർ ഈസ് കോൾഡ് മാസ്റ്റർ ആൻഡ് ലേറ്റർ ഈസ് കോൾഡ് സ്ലേവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 8259 മൈക്രോപ്രോസസർ എന്ന് പറയുന്നത് ഒരു നോൺ ബഫേർഡ് മോഡ് അതുപോലെ തന്നെ ബഫേർഡ് മോഡിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പിന്നാണ് SP ബാർ ഓർ EN ബാർ എന്ന് പറയുന്ന പിന്ന്. 8259 can be set up as master or slave by pin in non-buffered mode or by software if it is to be operated in the buffer mode of operation. അപ്പോൾ നേരത്തെ നമ്മൾ 3 പിന്നുകളെ പറ്റി പറഞ്ഞു, അതായത് CS0, CS1, CS2. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാസ്കേഡഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ മാസ്റ്റർ 8259ല് ഈ 3 പിന്നുകൾ എന്ന് പറയുന്നത് ശരിക്കും ഔട്ട്പുട്ട് പിന്നായിരിക്കും. ഓക്കെ, സ്ലേവ്സ് ആയിട്ട് വരുന്ന 8259 മൈക്രോപ്രോസസേഴ്സിൽ ഈ 3 പിന്നുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ഫോർ മാസ്റ്റർ 8259 ദീസ് പിൻസ് ആർ ഔട്ട്പുട്ട് ആൻഡ് ഫോർ സ്ലേവ്സ് ദീസ് ആർ ഇൻപുട്ട്. ഒന്നിൽ ഔട്ട്പുട്ടും സ്ലേവ്സിൽ ഇൻപുട്ടും ആയിരിക്കും. ഓക്കെ, മാസ്റ്ററിൽ ഔട്ട്പുട്ടും സ്ലേവ്സിൽ ഇൻപുട്ട് പിന്നുകളായിരിക്കും. ഇനി when 8259 is in master, the call opcode is generated by master in response to the first interrupt acknowledged. അപ്പോൾ അങ്ങനെ വരുമ്പോൾ slave 8259 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വെക്ടറിംഗ് അഡ്രസ്സിനെ റിലീസ് ചെയ്ത് കൊടുക്കും. അതുപോലെ the master puts out the identification code to select one of the slave from 3 slaves through this pin. The slave accepts these 3 signal as input and compare the code put out by the master and the code assigned to them during initialization. Okay, അപ്പോൾ ഈ 3 പിന്ന് വെച്ചിട്ടാണ് 8 സ്ലേവിൽ നിന്ന്
അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലേവുകൾ എന്ന് പറയുമ്പോൾ അവിടേക്ക് എങ്ങനെയാണ് ഈ സിഗ്നൽ ചെല്ലുന്നത്? ഇൻപുട്ട് ആയിട്ടാണ് ചെല്ലുന്നത്. ഓക്കെ, then the slave that selected put out the address of ISR during second and third interrupt acknowledge pulse from the CPU. Okay, ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് ഇത് മാത്രം ഓർത്ത് വെക്കുക. ഈ 3 പിന്നുകൾ വെച്ചിട്ടാണ് ഈ ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് നടക്കുന്നത്, പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ ഒന്നില് ഔട്ട്പുട്ട് പിൻ ആയിരിക്കും, അടുത്തതിൽ ഇൻപുട്ട് പിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ വരുന്ന അടുത്ത പിന്നാണ് SP or EN, അതായത് സ്ലേവ് പ്രോഗ്രാം ഓർ എനേബിൾ ബഫർ. അപ്പോൾ ഈ ഒരു പിന്ന് ഹൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ലേവ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. ഇൻ നോൺ ബഫേർഡ് മോഡ് SP or EN pin is used to specify whether 8259 work as master or slave and in buffer mode. അപ്പോൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്ന് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ആസ് ആൻ ഔട്ട്പുട്ട് ടു എനേബിൾ ഡാറ്റാബേസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൽ എക്സാമിന് ചോദിക്കുമ്പോൾ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.